ലിക്കുല്ലി ഉമ്മത്തിൻ അമീൻ, എല്ലാ സമൂഹത്തിനും സൂക്ഷിപ്പുകാരനായ ഒരു നേതൃത്വം ഉണ്ടാവും. അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, ഈ ഉമ്മത്തിൻ്റെ അങ്ങനെയുള്ള വിശ്വസ്തനായ സൂക്ഷിപ്പുകാരൻ അത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആമിർ ഇബ്നുൽ ജറാഹ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. ശോഭയാർന്ന മുഖം, ആകർഷകമായ നല്ല മെലിഞ്ഞ ശരീരം, ആവശ്യത്തിനുള്ള ഉയരമുള്ള നല്ല പ്രകൃതം, ഒരു പ്രത്യേക സൗന്ദര്യത്തിനുടമയായ വ്യക്തി, ആര് കണ്ടാലും നോക്കിയിരുന്നു പോകുന്ന പ്രത്യേകമായ ഒരു ചന്തം, ഒരു കാര്യം ഏറ്റെടുത്താൽ കർശനമായും ഗൗരവത്തോടെയും അത് തീർക്കുന്ന, അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകാൻ തയ്യാറുള്ള നല്ല പ്രതിജ്ഞാബദ്ധമായ ഒരു ശൈലി, അതോടൊപ്പം നാണമുള്ള ഒരു പ്രത്യേകമായ ലജ്ജാവഹമായിട്ടുള്ള ഒരു പ്രത്യേകമായ മുഖം, ഇതെല്ലാം ചേർന്നതായിരുന്നു അബൂ ഉബൈദ ആമിറുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. വാൾത്തലപ്പ് പോലെ മൂർച്ചയും പ്രത്യേകമായ തിളക്കവും ആ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്നതാണ് ഖുറൈശികളിലെ ഹെഫർ ഗോത്രത്തിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുറൈശികളിൽ 3 പേരാണ് സംസാരത്തിൽ കള്ളം ചേർക്കാതിരിക്കുന്നവർ, നിങ്ങൾ അവരോട് സംസാരിച്ചാൽ അവർ നിങ്ങളെ കളവാക്കാതിരിക്കുന്നവർ, സത്യം മാത്രം പറയുന്നവർ. അങ്ങനെ പ്രത്യേകമായ ക്വാളിറ്റിയുള്ള 3 ആളുകൾ ഖുറൈശികൾക്കിടയിലുണ്ട്. മുഖപ്രസന്നതയും സ്വഭാവ ഗുണങ്ങളും ലജ്ജയുള്ള പ്രകൃതവുമുള്ളവരാണ് ആ 3 ആളുകൾ. അത് ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 3-ാമത്തേത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് നേരെ പിറ്റേന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് ഇവർ ഇസ്ലാമിലേക്ക് വന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, അവരുടെ വീടാണ് പിന്നീട് ദാറുൽ അർഖമായിട്ട് മാറുന്നത്. ഇവരെല്ലാവരെയും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിച്ച് ചേർത്ത് പിടിച്ച് റസൂലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ഇവർ ഇസ്ലാമിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ വലിയ ഭാഗ്യം കിട്ടിയവരാണ് ബഹുമാനപ്പെട്ടവർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം അവിടെ പറഞ്ഞപ്പോൾ, ആ ഒരു റിസാലത്ത് അവർ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം തന്നെ അതിനെ സത്യമാക്കി അതിനടിസ്ഥാന ശിലയായി പ്രവർത്തിച്ച ആളുകളാണ് ഇവരെല്ലാവരും. തുടക്കകാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിശക്തമായ ധാരാളം പീഡനങ്ങൾ ഇവർ നേരിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ചും ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് കടുത്ത പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ പലപ്പോഴും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാം അള്ളാഹുവിനും ഹബീബിനും സമർപ്പിച്ച് ആ ജീവിതം ഹബീബിൻ്റെ കൂടെ പ്രൊട്ടക്ഷനായി സദാസമയം നിലയുറപ്പിച്ച ഒരു ജീവിതമായിരുന്നു അബൂ ഉബൈദ തങ്ങളുടേത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബദറിൻ്റെ ദിവസത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങിയത് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ശക്തമായ ചില പരീക്ഷണങ്ങളായിരുന്നു. ബദർ ദിനത്തിൽ ശക്തനായ പോരാളിയായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്കിടയിലൂടെ അതിവേഗം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ അബൂ ഉബൈദയെ കാണുമ്പോഴൊക്കെ പേടിച്ച് വിറച്ച് മാറി നിൽക്കുകയാണ്. അത്രയും പേടിയില്ലാത്ത, മരണഭയം ഒട്ടുമില്ലാത്ത സമീപനമായിരുന്നു അബൂ ഉബൈദ തങ്ങളുടേത്. എത്ര ധീരനായ നേതാവാണെങ്കിലും അബൂ ഉബൈദ തങ്ങളെ വരുമ്പോൾ മാറി നിൽക്കുകയായിരുന്നു. യുദ്ധത്തിൽ എവിടെയൊക്കെ ഇടപെട്ടോ അവിടെയൊക്കെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ ഈ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾ അബൂ ഉബൈദയെ മുന്നിൽ കിട്ടണമെന്ന പ്രത്യേകമായ താല്പര്യത്തോടെ അബൂ ഉബൈദ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ആ വ്യക്തി എപ്പോഴൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അപ്പോഴൊക്കെ അബൂ ഉബൈദ തങ്ങൾ മാറിപ്പോകും. ധീരനും വീരനും വീരപരാക്രമിയുമായ എല്ലാ കപ്പാസിറ്റിയുമുള്ള അബൂ ഉബൈദ തങ്ങൾ ആ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യേക വ്യക്തി, ആ വ്യക്തി ഇവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ മാറിപ്പോകും. അങ്ങനെ മറ്റൊരു വഴിയിലൂടെ വീണ്ടും ആ വ്യക്തി അബൂ ഉബൈദ തങ്ങളെ തന്നെ കിട്ടണം, പ്രത്യേകമായിട്ട് ആകെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശത്രുക്കളുടെ ഭാഗത്തുള്ള വ്യക്തി വരുന്നത്. അപ്പോൾ അബൂ ഉബൈദ തങ്ങൾ വീണ്ടും മാറിക്കൊടുത്തു. അങ്ങനെ വീണ്ടും മറ്റൊരു ഭാഗത്തോട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, യുദ്ധത്തിൽ സജീവമാകാൻ വരുമ്പോൾ അവിടെയും അതേ വ്യക്തി മൂന്നാമതും വന്നപ്പോൾ അബൂ ഉബൈദ തങ്ങൾ ഒന്നും നോക്കിയില്ല, ഒറ്റവെട്ട്, തല വേറെ ഉടൽ വേറെ. സ്വന്തം പിതാവ് ജറാഹിൻ്റെ തലയാണ് അറുത്തത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹുവിനെതിരാണെങ്കിൽ ആരായിട്ടും കാര്യമില്ല, എനിക്ക് അവരോട് ബന്ധമില്ല എന്ന സത്യസാക്ഷ്യത്തിൻ്റെ മനോഹരമായ പ്രഖ്യാപനമായിരുന്നു അത്. കേവലം പിതാവിനെതിരെ ഒരക്രമം നടത്തുകയായിരുന്നില്ല ഇത്. പല ഘട്ടങ്ങളിലായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുചരന്മാരെയും അള്ളാഹുവിനെയും നിഷേധിക്കുകയും ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുകയും എല്ലാം ചെയ്തതിൻ്റെ ഒരു അവസാന ഘട്ടം മാത്രമായിരുന്നു ഇത്. സ്വന്തം പിതാവിനെതിരെ തലയെടുത്ത ആ സംഭവം. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങൾ പിതാവിൻ്റെ തലയെടുത്ത സംഭവത്തെക്കുറിച്ച് ഖുർആൻ അതിമനോഹരമായി ആയത്തിറക്കി. സൂറത്ത് മുജാദിലയിലെ അവസാനത്തെ ആയത്ത്,
സൂറത്ത് മുജാദിലയിലെ അവസാനത്തെ ആയത്ത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന എന്നൊക്കെ തുടങ്ങുന്ന ആയത്ത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറങ്ങുന്നത്. അവരുടെ ആ ധീരോദാത്തമായ ആ ഒരു നടപടിയെ പ്രശംസിച്ചുകൊണ്ട് നീതിയുടെ സത്യത്തിൻ്റെ വഴിയിൽ സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന മഹത്തായ സന്ദേശം കൂടെയാണ് ഖുർആൻ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്രമാത്രം നിശ്ചയദാർഢ്യവും തൻ്റെ ഇടവും കരുത്തും എടുക്കുന്ന തീരുമാനത്തിൽ ആത്മാർത്ഥതയുമുള്ളവരായിരുന്നു അബൂബൈദ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തിരിക്കുകയായിരുന്നു. ആ സമയത്തൊരു ക്രിസ്തു മതക്കാരായ ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ സാമ്പത്തികമായ കുറച്ച് പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊന്ന് തീർത്തു തരാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിലൊന്നൊരാളെ ഞങ്ങൾക്ക് പറഞ്ഞേക്കണം. മുസ്ലിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾക്കിടയിൽ വലിയ മതിപ്പാണുള്ളത്. അപ്പോൾ നിങ്ങൾ അതിന് പറ്റിയ ഒരാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം, ദയവായി ഒന്ന് പറഞ്ഞയക്കണം എന്ന് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേക്കാം, നിങ്ങൾ മറ്റൊരു സമയത്ത് വരാൻ വേണ്ടി അവരോട് പറയുന്നു. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ പറഞ്ഞയക്കപ്പെടുന്ന ആൾ ഞാനായെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അങ്ങനെ ളുഹർ ജമാഅത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും റസൂലുള്ളാഹി ഞങ്ങളുടെ അടുത്തേക്ക് ഒരുമിച്ച് കൂടി. അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ആരെയോ തിരയുന്നതായിട്ട് ആ സംഘത്തിൻ്റെ കൂടെ പറഞ്ഞേക്കേണ്ട ആളെ റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുകയാണ്, ആരെയാണ് പറഞ്ഞേക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാനൊന്ന് നേരെ നിവർന്നിരുന്നു, എന്നെ വേഗം കണ്ടുകൊള്ളട്ടെ, ഞാൻ തന്നെ ആവട്ടെ ആ ആൾ എന്ന രീതിയിൽ. പക്ഷേ എന്നെ വിളിച്ചില്ല, വിളിച്ചത് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. എന്നിട്ട് ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ചാൻസ് അബൂ ഉബൈദ കൊണ്ടുപോയി. അത് അത്രയും പ്രധാനപ്പെട്ട, എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വലിയ പ്രോബ്ലം, ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ഒരു വലിയൊരു സംഘത്തിനിടയിൽ തീർക്കാൻ കഴിവുള്ള, എല്ലാം കൊണ്ടും അമീനായ വിശ്വസ്തനായ ഒരാളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ ഒരു അംഗീകാരം കൊടുക്കുകയായിരുന്നു ആ സംഭവത്തിലൂടെ. അബൂ ഉബൈദ തങ്ങളുടെ യുദ്ധരംഗത്തെ തൻ്റെ ഇടവും സാമർത്ഥ്യവും മറ്റനേകം ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ ശത്രുക്കൾക്കെതിരിൽ നിയോഗിച്ചു. അതിൻ്റെ നേതൃത്വം അബൂ ഉബൈദ തങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത്. യാത്രയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതാനും ഈത്തപ്പഴം മാത്രമാണ് കൊടുക്കാൻ റസൂലിന് കഴിഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേതാവായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അത് വിധിക്കണം. ഓരോ ദിവസവും ഓരോ ഈത്തപ്പഴം മാത്രമാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ യുദ്ധത്തിന് പോവുകയാണ്. ഒരു ദിവസം ഒരു ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ച് ആ ബർക്കത്താക്കപ്പെട്ട ഈത്തപ്പഴം എന്ന രീതിയിൽ അത് മുത്തിക്കുടിച്ചും അങ്ങനെ അവർ ആ യാത്ര ചെയ്ത ആ സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വളരെ ദൗർലഭ്യമുള്ള സന്ദർഭമാണെങ്കിലും അതിനെ മനോഹരമായി എല്ലാവരിലേക്കും എത്തിക്കാനും ആ ഒരു സിറ്റുവേഷൻ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനെ മനോഹരമായി മാനേജ് ചെയ്യാനുള്ള പ്രത്യേകമായ ലീഡർഷിപ്പ് ക്വാളിറ്റിയാൽ സമ്പന്നനായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇതേപോലെ ഉഹദിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില സഹാബികളുടെ ചരിത്രം കൂടെയാണ്. അതിൽപ്പെട്ട ഒരാൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നേരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല്ലിന് പൊട്ടൽ വരുന്നുണ്ട്. അവിടുത്തെ പടയങ്കി, ആ ഒരു ഹെൽമെറ്റിൻ്റെ ആണി രണ്ട് ഭാഗത്തേക്കും തുളച്ചിറങ്ങിയിട്ട് പരിക്ക് പറ്റുന്നുണ്ട്, നെറ്റിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. ആ ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായി ഓടി വന്ന് 4 ഭാഗത്തുനിന്നും ഖാലിദ് വലീദിൻ്റെയും അന്ന് ശത്രുപക്ഷത്താണ്, ഖാലിദ് ബിൻ വലീദിൻ്റെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ അമ്പെയ്ത്തും കല്ലേറൊക്കെ ഉണ്ടായപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിലയുറപ്പിച്ച 10 ആളുകളിൽ ഒരാളായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു സംഭവമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് ധരിച്ചിരുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായി പടയങ്കി ധരിച്ച് യുദ്ധത്തിൽ പോരാടുകയായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ധരിച്ചിരുന്ന പടയങ്കി, ആ പടയങ്കിയുടെ ഭാഗമായ ഹെൽമറ്റിൽ ശത്രു ആഞ്ഞു വെട്ടുന്നൊരു രംഗമുണ്ട്. ആ യുദ്ധത്തിനിടയിൽ അവിടുത്തെ പടയങ്കിയുടെ ഭാഗമായിരുന്ന ഇരുമ്പ് കൊണ്ടുള്ള ആണി 2 ഭാഗത്തും മുത്തുനബിയുടെ മുഖത്തേക്ക് ആഴ്ന്നിറങ്ങി രക്തം വരുന്നൊരു ഘട്ടമുണ്ട്. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ആഴ്ന്നിറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നിന്ന് ഇത് പറിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ രക്തം വരുന്നുണ്ട്. ഇത് പറിച്ചെടുക്കുമ്പോൾ എന്തായാലും വേദന ഉണ്ടാകുന്ന ഉറപ്പാണ്. അപ്പോൾ കൈകൊണ്ട് പറിച്ചെടുത്താൽ അവിടത്തേക്ക് വേദനയാകുമ്പോൾ ഒന്ന് ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു പ്രവർത്തനമാണ് അവർ ചെയ്തത്. കൈകൊണ്ട് വലിച്ചെടുത്താൽ വേദനയാകുമെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഒരു പല്ലുകൊണ്ട് പതുക്കെ ആണി പറിച്ചെടുക്കുകയാണ്. സോഫ്റ്റായിട്ട്, പരമാവധി സോഫ്റ്റായിട്ട് പല്ലുകൊണ്ട് പറിച്ചെടുത്ത് ആ ഒരു ഭാഗത്ത് ആ റസൂലുള്ളാഹി തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് ആണി പറിച്ചെടുത്തപ്പോഴത്തേക്കും അതിനുപയോഗിച്ച് ആ പല്ല് കൂടെ അതിൻ്റെ കൂടെ കൊഴിഞ്ഞു പോരുകയാണ്.
രണ്ടാമത്തെ ഭാഗത്തും ഇതേപോലെ അബൂദർ റളിയല്ലാഹു അൻഹു പല്ലുകൊണ്ട് സോഫ്റ്റായി, ഹബീബിന് വേദന ഉണ്ടാവരുത് എന്ന ചിന്തയിൽ വളരെ സോഫ്റ്റായിട്ട് പല്ലുകൊണ്ട് കടിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത് എടുത്തപ്പോഴത്തേക്കും രണ്ടാമത്തെ പല്ലും 2 മുൻപല്ലുകളാണ് പോയത്. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുൻപല്ല് പോയവരിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരാളായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എങ്ങനെ നമുക്കിതിനൊക്കെ തുല്യം വെക്കാൻ കഴിയും? ഒരിക്കലും അൺപാരലൽഡ് ഒരു ഹിസ്റ്ററിയിലെ ഒരു മൊമെൻ്റാണ് നമ്മൾ കണ്ടത്. എന്തിനും ഒരു കാര്യത്തിനും ഇതിന് പകരം വെക്കാൻ കഴിയില്ല. അത്രയും മഹത്വമുടയവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരൽ പ്രധാനിയാണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ എല്ലാ യുദ്ധങ്ങളിലും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവരെല്ലാവരും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സഖൈഫ ബനി സആദയിൽ ഒരു യോഗത്തിൽ അവരെല്ലാവരും പങ്കെടുക്കുകയാണ്. അടുത്ത ഒരു അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരി ആരാവണം? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ തങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കരം നീട്ടിത്തരിക, താങ്കളെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തു കൊള്ളാം. ആ സമയത്ത് അവർ പറയുന്നത് അതിന് കാരണമുണ്ട്. കാരണം ഏതൊരു ഉമ്മത്തിനും ഒരു പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരു നേതാവ് ഉണ്ടാകും. ഈ ഉമ്മത്തിന്റെ നേതാവ് അബൂ ഉബൈദയാണെന്ന് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവരാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ആ സമയത്ത് ഇവർ പറയുന്നുണ്ട്, അബൂ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടങ്ങളിലും ഇമാമായി നിസ്കരിപ്പിച്ച് നമ്മുടെ ഉമ്മത്തിന്റെ അടുത്ത ഇമാമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ള കാലത്തോളം ഞാനത് ചെയ്യില്ല. അങ്ങനെയാണ് എല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ആകുന്നുണ്ട്. ആ ഘട്ടത്തിലും അവരുടെ കീഴിൽ ഇസ്ലാമിൻ്റെ ഒരു ഉന്നതനായ ഒരു പോരാളിയായിട്ട് അബൂ ഉബൈദ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ബിലാദുഷാം, ഷാമിൻ്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ മുന്നേറ്റങ്ങൾ നടത്തി. ഷാമിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ, ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിശാല ഫലസ്തീൻ, ഇസ്രായേലും ജോർദാനും ആ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്, ഈജിപ്തും. അതെല്ലാം കീഴടക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ കിഴക്ക് യൂഫ്രട്ടീസ് നദി വരെയും വടക്ക് ഭാഗത്ത് ഏഷ്യ മൈനർ വരെയും ഇസ്ലാമിക രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിച്ചു. ആ ഘട്ടത്തിലാണ് ഷാമിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും പ്ലേഗ് എന്ന് പറയുന്ന രോഗം വരുന്നത്. കുറേ പ്ലേഗ് വന്നു കഴിഞ്ഞാൽ 2, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോവുക, വേറെ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട പലരും മരിച്ചു പോകുന്ന ഒരവസ്ഥ. ഈ വാർത്ത മദീനയിൽ അന്നത്തെ ഖലീഫയായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അതിവേഗം കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സഹാബിയെ വിളിച്ചിട്ട് വളരെ പെട്ടെന്ന് അബൂ ഉബൈദ തങ്ങളുടെ അടുത്തേക്ക്, ഞാൻ ഈ തരുന്ന ഈ കത്തും കൊണ്ട് നിങ്ങൾ പോകണം. അങ്ങനെ ആ കത്ത് കൊടുത്ത് പറഞ്ഞയച്ചു. അതിവേഗത്തിൽ ആ കത്ത് കൊണ്ടുപോയി കൊടുത്തു അബൂ ഉബൈദ തങ്ങൾക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്താണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള, റസൂലുള്ളാഹി പുകഴ്ത്തി പറഞ്ഞ സ്വഹാബിയാണത്. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളൊക്കെ പ്ലേഗ് രോഗം വന്ന് മരിച്ചു വീഴുന്നൊരു രംഗമാണ്. ആ രംഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചെന്താ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇതിൽ പെട്ടുപോകാൻ പാടില്ല, അവർ ഇനിയും ജീവിക്കണം. ഇസ്ലാമിക ലോകത്ത് നിർണായകമായവരാണ് അവർ ജീവിക്കണം. അതുകൊണ്ട് ആ കത്തിലുണ്ടായിരുന്നത്, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ കത്ത് കിട്ടിയാൽ ഉടനെ, പകലാണ് കത്ത് കിട്ടുന്നതെങ്കിൽ രാത്രിയാവാൻ കാത്തു നിൽക്കാതെ, രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ പുലർച്ചെയാവാൻ കാത്തു നിൽക്കാതെ ഉടനെ നിങ്ങൾ പുറപ്പെട്ട് ഇങ്ങോട്ട് വരണം എന്നാണ് കത്തിലുണ്ടായിരുന്നത്. ഈ കത്ത് കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ കത്താണ്. ഖലീഫയുടെ കത്ത് സ്നേഹത്തോടെ ചുംബിക്കുന്നുണ്ട് അബൂ ഉബൈദ തങ്ങൾ. എന്നിട്ട് പറയുന്നു, അവർ ഈ വന്ന ആളോടൊന്നും പറഞ്ഞില്ല, അവർ ഒറ്റക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഞാൻ വരില്ല. എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെയുള്ള ആളുകൾ ഇവിടെ മരണത്തിന് വീഴുമ്പോൾ അവരിവിടെ ബാക്കിയാക്കി എനിക്ക് ഒറ്റക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞവർ പൊട്ടിക്കരഞ്ഞതായിട്ട് ആ പോയ സ്വഹാബി തിരിച്ചു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ആ പോയ സ്വഹാബി അബൂ ഉബൈദ തങ്ങളെ കൊണ്ട് തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ്. അത്രയും അവരുടെ മഹത്വം ഉമർ തങ്ങൾക്കറിയാം. പക്ഷെ വന്നപ്പോൾ ഈ സ്വഹാബി ഒറ്റക്കാണ് വന്നത്. അപ്പോൾ ആ സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അവർ പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്തതായിട്ട്, ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അത് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നതൊക്കെ എനിക്കറിയാം, പക്ഷേ എൻ്റെ സമൂഹത്തെ ഇവിടെ ബാക്കിയാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലികുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിൽ ഉമ്മ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. എല്ലാ സമൂഹത്തിനും വ്യത്യസ്തനായ ഒരു നേതാവുണ്ടാവും. എല്ലാം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന, വിശ്വാസത്തോടുകൂടെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവും. ഈ ഉമ്മത്തിൻ്റെ അമീനായവർ അത് അബൂ ഉബൈദയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ട് പറഞ്ഞ് പൊട്ടിക്കരയുന്നതാണ് ചരിത്രം. പിന്നീട് ദീർഘകാലമൊന്നും അവർ ജീവിക്കുന്നില്ല. ആ പ്ലേഗ് രോഗം വന്ന് അവരും ആ ഒരു സമൂഹത്തിൻ്റെ കൂടെ തന്നെ അവരും വഫാത്താകുന്നതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, കൂടെയുള്ള ആളുകൾ പ്രയാസം സഹിക്കുമ്പോൾ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് സുഖസുന്ദരമായ അവസ്ഥയിലേക്ക് മാറി രക്ഷപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. തൻ്റെ കൂടെയുള്ളവരുടെ കൂടെ, രോഗമാണെങ്കിൽ രോഗം, പ്രയാസമാണെങ്കിൽ പ്രയാസം, ആ രീതിയിൽ വിശ്വസ്തരായിട്ട് കൂടെ വന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അവസാനം വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് അവർ സമൂഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ വഫാത്താകുന്നത്.
അതിനു മുമ്പ് തന്നെ അവർ കൂടെ ഉണ്ടായിരുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കാര്യങ്ങളൊക്കെ അവർ ഏൽപ്പിക്കുന്നുണ്ട്. അബൂദർ തങ്ങളുടെ വഫാത്തിന് ശേഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വേദനിക്കുന്നത് പോലെ ഞാനും വേദനിക്കുന്നുണ്ട്. ഇത്രമാത്രം അള്ളാഹുവിനെ സൂക്ഷ്മമായി ജീവിച്ച ഒരാളെ കണ്ടിട്ടില്ല, ഇത്രമാത്രം സമൂഹത്തെ സ്നേഹിച്ച ഒരാളെ കണ്ടിട്ടില്ല. വളരെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന നല്ല വാക്കുകളിലൂടെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ ഒരു സമൂഹത്തിൻ്റെ ആ വേദന അകറ്റാൻ വേണ്ടിയും അതോടൊപ്പം എല്ലാവരും ഒന്നിച്ച് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതുമായ രംഗമാണ് പിന്നീട് കാണുന്നത്. മഹാനായ അബൂ ഉബൈദ ആമിറുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവിനെ പോലും ഇസ്ലാമിനെതിരാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ വകവരുത്താൻ കാണിച്ച ഒരു തൻ്റെ ഇടം, അതിന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകാരം കൊടുത്തത്. അതിമഹത്തായ ചരിത്ര പാരമ്പര്യമുള്ളവരാണ്, അതിമഹത്തായ പോരാട്ട പാരമ്പര്യമുള്ളവരാണ്, കാണാൻ ഭംഗിയുള്ളവരായിരുന്നു, തൻ്റെ ഇടമുള്ളവരായിരുന്നു, യുദ്ധതന്ത്രത്തിൽ അതിശക്തമായ പ്രാവീണ്യമുള്ളവരായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.